അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകളുടെ പേരിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചിക്കെതിരെ രാജ്യത്തിനുള്ളിൽ രാഷ്ട്രീയ മേൽയുദ്ധവും പ്രതിഷേധവും ശക്തമാവുകയാണ്. വിദേശകാര്യമന്ത്രിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ സ്വീകരിക്കുന്നതിനായി പാർലമെന്റ് അംഗങ്ങൾ രേഖകൾ സ്വീകരിച്ചു തുടങ്ങിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അമേരിക്കയുമായുള്ള നയതന്ത്ര ചർച്ചകളിൽ കടുത്ത അമർഷമുള്ള തീവ്ര നിലപാടുകാരായ ജനപ്രതിനിധികളാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. യോജ്യമായ സമയത്ത് ഇംപീച്ച്മെന്റ് ഹർജി പാർലമെന്റിൽ സമർപ്പിക്കുമെന്ന് പ്രമുഖ പാർലമെന്റ് അംഗമായ ഹുസൈൻ അലി ഹാജി ദലാഗാനി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇതിനായുള്ള ഔദ്യോഗിക നടപടികൾ പാർലമെന്റിൽ ആരംഭിച്ചിട്ടില്ല എങ്കിലും വരും ദിവസങ്ങളിൽ ഇത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് വഴി തുറക്കും. ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്ന എംപിമാരുടെ കൃത്യമായ എണ്ണം എത്രയെന്ന് ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും പ്രതിഷേധത്തിന്റെ സ്വരം ശക്തമാണ്. അമേരിക്കയുമായുള്ള ഏതൊരു തരത്തിലുള്ള ചർച്ചകളും ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് വിമർശകരുടെ പ്രധാന ഒരു വാദം. നയതന്ത്രം എന്നത് ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വാഷിംഗ്ടൺ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ചർച്ചകളിലൂടെ ഇറാന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്താനും ഭാവിയിൽ നടത്താനിരിക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് കളമൊരുക്കാനും മാത്രമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇത്തരം ചർച്ചകളിൽ പങ്കാളിയാകുന്നതിലൂടെ വിദേശകാര്യമന്ത്രി രാജ്യത്തെ അപകടത്തിലാക്കുന്നു എന്നാണ് പ്രതിപക്ഷ വിഭാഗം കരുതുന്നത്. നയതന്ത്ര വിഷയം കൂടാതെ അബ്ബാസ് അറാച്ചി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖവും വലിയ വാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. യുദ്ധസമയത്തുണ്ടായ സുരക്ഷാ വീഴ്ചകളെ കുറിച്ചും ഇറാന്റെ ആഭ്യന്തര സുരക്ഷയിലെ ബലഹീനതകളെ കുറിച്ചും അദ്ദേഹം അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു. മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും സൈനിക തലവന്മാർക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ കാരണമായി എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കണം. ഈ വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹത്തിനെതിരെയുള്ള പ്രകോപനം വർദ്ധിപ്പിച്ചത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ സുരക്ഷാ വിവരങ്ങളും ആഭ്യന്തര ബലഹീനതകളും പരസ്യമായി ചർച്ച ചെയ്തത് മോശം തന്ത്രപരമായ തീരുമാനമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ശത്രു രാജ്യങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരണമേ ഉപയോഗിക്കൂ എന്നാണ് പാർലമെന്റിലെ ഒരു ഭാഗം വാദിക്കുന്നത്. അതേസമയം ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പോലെ അബ്ബാസ് അറാച്ചി അമേരിക്കൻ ഏജന്റ് ആണോ, ചാരപ്പണി നടത്തി എന്നോ ഉള്ള ആരോപണങ്ങൾക്ക് നിലവിൽ യാതൊരു ഔദ്യോഗികമായ തെളിവുകളുമില്ല. ഇറാന്റെ ഔദ്യോഗിക ഏജൻസികളായ അധികാരികളോ അദ്ദേഹത്തിനെതിരെ ചാരപ്പണി ആരോപിച്ചിട്ടുമില്ല. എന്നാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ അമേരിക്കയുമായുള്ള അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഇറാനിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. വാഷിംഗ്ടണുമായുള്ള ഈ ബന്ധം രാജ്യത്തോടുള്ള വഞ്ചനയായി ചിത്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ ശ്രമിക്കുന്നത്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ തർക്കം ഇറാന്റെ ആഭ്യന്തര സ്ഥിരതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിദേശകാര്യമന്ത്രിക്കെതിരെയുള്ള നീക്കം ഭരണകൂടത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കയുമായുള്ള ചർച്ചകളെ പിന്തുണയ്ക്കുന്ന മിതവാദികളും അതിനെ ശക്തമായി എതിർക്കുന്ന തീവ്ര നിലപാടുകാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ വേദിയായി ഇറാൻ പാർലമെന്റ് മാറിയിരിക്കുകയാണ്. വിദേശകാര്യ നയത്തിൽ ആര് മേൽക്കോയ്മ നേടുമെന്നും വരും ദിവസങ്ങളിൽ നിർണായകമാകും. അറാച്ചിക്കെതിരെ ഉടൻ തന്നെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്ന സൂചനകളുണ്ടെങ്കിലും അതിനാവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ നിലപാടും ഈ വിഷയത്തിൽ നിർണായകമാകും. നയതന്ത്ര വഴികൾ അടയുന്നത് മേഖലയിലെ പിരിമുറുക്കം കൂടുതൽ വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തെ അനുകൂലിക്കുന്നവർ കരുതുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ മാത്രമേ അമേരിക്കയെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നാണ് പാർലമെന്റിന്റെ ഒരു ഭാഗത്തിന്റെ വാദം. ചാരപ്പണി എന്ന ആരോപണം വസ്തുതാപരമല്ലെങ്കിലും അബ്ബാസ് അറാച്ചിയുടെ നയതന്ത്ര നീക്കങ്ങളും പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമാക്കിയിരിക്കണം. ഇറാൻ പാർലമെന്റിൽ രൂപപ്പെട്ട ഈ കടുത്ത തർക്കം രാജ്യത്തിന്റെ ഭാവി വിദേശ നയത്തെ പോലും സ്വാധീനിച്ചേക്കാം.